തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട മക്കളുടെ മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് പോലീസ്. സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞ് പിതാവ് അറയിലിരുന്നു മരിച്ചുവെന്നാണ് മക്കളിൽ ഒരാളുടെ മൊഴി. മരണം സംഭവിച്ച ശേഷം കുളിപ്പിച്ച് സമാധി ഇരുത്തുകയായിരുന്നുവെന്നാണ് മറ്റൊരാളുടെ മൊഴി. കൂടാതെ ഒരു ബന്ധുവിന്റെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറയുന്നു. ഗോപൻ സ്വാമി മരിക്കുന്ന സമയത്ത് രാജസേനൻ എന്ന മകനായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. സമാധിയാകാൻ സമയമായി എന്ന് ഉറപ്പിച്ച ശേഷം ഗോപൻ സ്വാമി വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് സമാധി പീഠത്തിലേക്ക് പോയി. തുടർന്ന് മണിക്കൂറുകൾ സമയമെടുത്ത പൂജ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് വ്യാഴാഴ്ച 11 മണിയോടെ സമാധിയായി. അതിനുശേഷം അന്ന് വൈകിട്ടോടെ ഗോപൻ സ്വാമി സമാധിയായെന്ന പോസ്റ്റർ പതിച്ചു. പോസ്റ്റർ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ പ്രശ്നമുണ്ടാക്കിയെന്നാണ് ഒന്നാമത്തെ മകന്റെ മൊഴി. മരിച്ച ശേഷം സമാധി സ്ഥലത്തേക്ക് കൊണ്ടുവച്ചുവെന്ന് രണ്ടാമത്തെ മകനും പറയുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച 10:30 ഗോപൻ സ്വാമിയെ കാണുമ്പോൾ അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. കിടപ്പിലായ അദ്ദേഹം എങ്ങനെ നടന്ന് സമാധി സ്ഥലത്തേക്ക് പോകുമെന്നുള്ള മറ്റൊരു മൊഴി കൂടി ബന്ധുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് വിഷയത്തിൽ മിസ്സിംഗ് കേസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ദുരൂഹതകൾ നീക്കാൻ ആദ്യം വേണ്ടത് ഗോപൻ സ്വാമി മരിച്ചുവെന്ന് സ്ഥിരീകരിക്കുകയാണ്. അതിനായി കല്ലറ തുറന്ന് അതിൽ മൃതദേഹമുണ്ടെന്ന് ഉറപ്പിക്കണം. ഇതിനുള്ള അനുമതി കളക്ടറോട് തേടിയിട്ടുമുണ്ട്. അനുമതി ലഭിച്ചാൽ സമാധി തുറക്കും. മൃതദേഹമുണ്ടെന്നുറപ്പാക്കിയാൽ പോസ്റ്റ്മോർട്ടത്തിന് അയക്കാനും മരണം എങ്ങനെ നടന്നുവെന്ന് കണ്ടെത്താനുമാണ് തീരുമാനം. മരിച്ച ശേഷം കൊണ്ടുവച്ചതാണോ, സമാധി പീഠത്തിലിരിക്കുന്ന സമയത്ത് ശ്വാസം മുട്ടി മരിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും വ്യക്തത വരാനുണ്ട്. RDOയുടെ സാന്നിധ്യത്തിൽ കല്ലറ തുറന്നു പരിശോധിക്കണമെന്നും മൃതദേഹമുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുമാണ് പോലീസിന്റെ ആവശ്യം. നെയ്യാറ്റിൻകര ആറാലുമൂടിൽ ക്ഷേത്രാചാര്യനായിരുന്ന ഗോപൻ സ്വാമി സമാധിയായെന്നും നാട്ടുകാർ അറിയാതെ അന്ത്യകർമ്മങ്ങൾ ചെയ്തെന്നുമാണ് കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ കൊലപാതകമെന്ന് നാട്ടുകാർ ആരോപണമുയർത്തിയതോടെയാണ് കല്ലറ തുറക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഗോപൻ വീട്ടുവളപ്പിൽ ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ നടത്തിയിരുന്നതായി പോലീസും പറയുന്നു. ഇതിന് സമീപമാണ് സമാധിയറ. ഇതും ഗോപൻ നിർമ്മിച്ചതാണെന്നും ഭാര്യയും മക്കളും പറഞ്ഞു. മരണശേഷം ദൈവത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരെയും കാണിക്കരുതെന്നും സമാധി ഇരുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നതായി മക്കൾ മൊഴി നൽകി. രാവിലെ 10 അറയിലേക്ക് നടന്നുപോയി. പത്മസാനത്തിൽ ഇരുന്ന് പിതാവിന് വേണ്ടി പുലർച്ചെ 3 വരെ പൂജകൾ ചെയ്തതായി മകൻ രാജസേനന്റെ മൊഴിയിലുണ്ട്. രാജസേനൻ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഗോപൻ സ്വാമി സമാധിയായ എന്ന പോസ്റ്റർ മക്കൾ വീടിന് സമീപത്തെ മതിലുകളിൽ പതിപ്പിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. മരണം സംഭവിച്ച ശേഷം കുളിപ്പിച്ച് സമാധി ഇരുത്തുകയായിരുന്നുവെന്ന മറ്റൊരു മൊഴിയുമുണ്ട്. മരണം നടന്നത് വീട്ടിലാണോ അറയിലാണോ എന്നത് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടി വരും. മരിച്ചത് എങ്ങനെയെന്നും കണ്ടെത്തണം. മക്കളുടെ അറിവോടെ അറയ്ക്കുള്ളിൽ ജീവനോടെ കയറിയിരുന്ന ശേഷം ശ്വാസം മുട്ടി മരിച്ചതാണെങ്കിലും കേസിന്റെ ഗൗരവം മാറും. മരണം നടന്ന സമയം ഭാര്യ സുലോചനയും മകൻ രാജസേനനും മാത്രമായിരുന്നു വീട്ടിൽ. സമാധിയാകാൻ സമയമാണെന്ന് അച്ഛൻ അറിയിച്ചതിനാൽ രണ്ടാമത്തെ മകൻ സനന്ദനെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ മൊഴി. സനന്ദൻ മെക്കാനിക്കാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.